നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 777 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ട്രൂത്ത് ബിഹൈൻഡ് യുവർ കണക്ഷൻ? നിങ്ങളുടെ കണക്ഷനിലുള്ള നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ട്രൂത്ത് എന്താണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളിപ്പം പ്രസൻ്റ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ബോണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്, എന്ത് കണക്ഷനാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിട്ടുള്ളത്, എന്താണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കർമ്മ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ആദ്യം ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക. 3 times അവരുടെ ഒഫീഷ്യൽ നെയിം മനസ്സിൽ പറയുക. ഓക്കെ, സോ നിങ്ങൾ മേ ബി റീഡിങ്സ് ഒക്കെ എടുക്കാൻ വരുമ്പോഴും നമ്മൾ ഒറിജിനൽ നെയിം അല്ലാത്ത നെയിമുകളൊക്കെ വിളിക്കാറുണ്ടാവും റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ നെയിംസൊക്കെയാണ്, അങ്ങനെയുള്ള നെയിംസുകൾ ഷെയർ ചെയ്യാതിരിക്കുക. ആളുടെ ഒഫീഷ്യൽ നെയിം എന്താണെങ്കിൽ അത് പറയുക. നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എനർജി ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഏത് പേര് പറഞ്ഞാലും, നിങ്ങൾ വിളിക്കുന്ന പേരുകളൊക്കെ ആവാം, അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്യാം നമുക്ക്. ഫസ്റ്റിൽ ഞാൻ വിചാരിച്ചു പിക്കപ്പ് അയലായിട്ട് ചെയ്താലോ എന്ന്, പിന്നെ വിചാരിച്ചു ജനറലായിട്ട് തന്നെ ചെയ്യാം, കളക്റ്റീവായിട്ടുള്ള ലെവലിൽ ചെയ്യാം എന്ന് വിചാരിച്ചു. ചെക്ക് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള വ്യക്തിയായിട്ട് എൻ്റെ വ്യൂവേഴ്സിന് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത്? സോൾമേറ്റ് ആണോ, ട്വിൻ ഫ്ലെയിം ആണോ, കാർമിക് ആണോ? ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സ് മീറ്റ് ചെയ്തിട്ടുള്ളത്? ഇതൊരു ഡെസ്റ്റൈൻഡ് മീറ്റിംഗ് ആണോ, അതോ ഒരു ലെസൺ ആണോ അവർക്ക് വേണ്ടിയിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്രസൻറ്റ് സിറ്റുവേഷൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ടാവും. പ്രസൻറ്റ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ് കാണാവുന്നതാണ് കേട്ടോ. റീഡിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രസൻ്റ്ലി നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി, ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മേ ബി നിങ്ങളുടെ റിലീജിയൻ ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള 2 വ്യക്തികളാണ്. നിങ്ങളുടെ ബിഹേവിയർ ആവാം. ഒരാൾ ഭയങ്കരമായിട്ടും സ്മാർട്ടായിട്ടുള്ളൊരു എനർജി ആവാം, ഒരാൾ ഭയങ്കരമായിട്ടും ഫെമിനൻ എനർജി ആവാം. ഓക്കെ, സോ അപ്പം നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി, ഐ തിങ്ക് ഈ ഒരു വ്യക്തി സ്പിരിച്വലാണ്, നല്ല രീതിക്ക് സ്പിരിച്വലാണ്. സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാവും. മേ ബി ഹീലർ ആയിരിക്കാം. ഓക്കെ, സോ ഇവരുടെ ഉള്ളിലൊരു, ഇല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലൊരു ഹീലിംഗ് പവർ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡിലുള്ള വ്യക്തിയുടെ എനർജീസിൽ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സുകളാവാം. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ പ്രസൻ്റ്ലി നിങ്ങൾ താമസിക്കുന്ന ഒരു പോർഷൻസിൽ മേ ബി നിങ്ങളിപ്പം എന്താ പറയുക, ലേക്സ്, എന്താ പറയുക, കായൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ വാട്ടറിൻ്റെ ഇൻഫ്ലുവൻസ് ഒത്തിരി ഇല്ലേ? ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലൊക്കെ പോയി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ കണ്ടില്ലേ, ഇത് കടലാണ്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഇടയ്ക്ക് അവിടേക്ക് പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ആ ഒരു കടലിലേക്ക് നോക്കി. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നിങ്ങൾ അവിടെയുള്ള വാട്ടർ ബോഡീസ് എന്താണ് കൂടുതലായിട്ട് എനിക്കിങ്ങനെ എന്താ പറയുക, ബോട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ തോണികളൊക്കെ പോകുന്ന ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇങ്ങനെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തികളാവും, നേച്ചറുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് എന്താ പറയുക, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഏതെങ്കിലും, നിങ്ങളിടയ്ക്ക് ബീച്ചിൽ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു വാട്ടർ ബോഡീസുമായിട്ട് കണക്ഷനുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇതുപോലെ വാട്ടർ ബോഡീസ്, എന്താ പറയുക, കായൽ, അങ്ങനെ എന്താ പറയുക, ഈ കടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലോ നിങ്ങൾ ഏത് കൺട്രിയിലാണോ താമസിക്കുന്നത് അവിടെ വാട്ടർ ബോഡീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്.
ഓക്കെ, ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളെ ക്യാരി ചെയ്യുന്ന രീതി, അല്ലെങ്കിലും എന്താ പറയുക, വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. സ്റ്റിൽ നിങ്ങൾ കണക്റ്റഡ് ആണ് ഇവിടെ. എന്നിട്ടും നിങ്ങൾ കണക്റ്റഡ് ആണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ടാവും. ഇപ്പോഴും ഫൊർഗീവ് ചെയ്യുന്നുണ്ടാവും, ഒരു ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയിൽ നിൽക്കുന്നുണ്ടാവാം. ഐ ഡോണ്ട് നോ, നിങ്ങൾ വ്യത്യസ്തരാണ്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു രണ്ട് കപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലേഡിയും ആ ഒരു മസ്കുലൻ എനർജിയും രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. സ്റ്റിൽ ദേ ഹാൻഡ് ഓവർ ദെയർ കപ്സ്. അവരുടെ ആ ഒരു കപ്സ് കൊടുത്തിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ട് ഇവിടെ തയ്യാറാണ്. ആ ഒരു എനർജിയിലാണ് എനിക്കിവിടെ ഇതാണ് എനിക്ക് നിങ്ങളുടെ റിലേഷൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയായിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി വളരെയധികം സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ, ഈ സവിശേഷതകളൊക്കെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൈഡൻസ് ആണ് ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഈ ഒരു സിറ്റുവേഷൻസ് മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും റീഡിങ്ങും യൂസ്ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് ഇത്രയും ബ്രീഫായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെയധികം എന്താ പറയുക, 9 ഓഫ് പെൻറ്റക്കിൾസ്, ഈ ഒരു വ്യക്തിയെ കണ്ടില്ലേ, ഇവർ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ടും ഇൻറ്റൻസ് ആയിട്ട്. എനിക്ക് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാനതിൽ കംപ്ലീറ്റഡ് ആണ്, എനിക്കിപ്പോൾ ആരുടെ ആവശ്യമില്ല എന്നാ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. ഇവരെ ക്യാരി ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കാം ഈ ഒരു വ്യക്തിയെ ക്യാരി ചെയ്യുന്നത്. വളരെയധികം നല്ല ഡ്രസ്സിങ് സെൻസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം അവർ. പക്ഷേ എന്താ പറയുക, അവരും ഏറ്റവും കൂടുതൽ എന്താ പറയുക, മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടായിരിക്കാം മേ ബി. ഓക്കെ, ഇവർക്ക് കൂടുതലായിട്ടും നേച്ചറിൽ സ്പെൻഡ് ചെയ്യാനായിരിക്കും കൂടുതലായിട്ടും താല്പര്യം ഓരോരോ കാര്യങ്ങൾ. വളരെയധികം നമ്മൾ പറയത്തില്ലേ, ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജി ഉള്ള ഒരു വ്യക്തി. ഡസൻ മാറ്റർ, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും സെയിം എനർജീസ് ആണ്. കാർഡ്സ് എപ്പോഴും ജെൻഡേഴ്സ് പറയാറില്ല, എനർജീസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. സോ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ റീസെൻ്റായിട്ട് ഈ ഒരു വ്യക്തി എവിടെയെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാവാം. എവിടെയെങ്കിലും നേച്ചറിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അവിടെ നിങ്ങൾക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാവാം. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചില ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, ചില സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യും ലൈക്ക് ഇതാണ് ഈ ഒരു വ്യക്തി. ചില സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നുണ്ടാവും. ലൈക്ക് ഇവരുടെ ശരിക്കുമുള്ള ക്യാരക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു വ്യക്തി പിടി തന്നിട്ടുണ്ടാവില്ലേ. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ലൈക്ക് ചില സമയത്ത് വിചാരിക്കും ഈ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയാണ്, ചില സമയത്ത് വിചാരിക്കും ഇവർ വളരെ ടോക്സിക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ടോക്സിക്കാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്ന പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ശരിക്കും വളരെയധികം എന്താ പറയുക, സീക്രട്ടീവ് ആയിട്ടുള്ളൊരു വുമൺ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആവാത്ത ഒരു എനർജി ആയിരിക്കാം ഈ ഒരു വ്യക്തി. ഇവരുടെ ഉള്ളിൽ ഒത്തിരിയധികം സ്പിരിച്വൽ വിസ്ഡംസ് ഉണ്ടായിരിക്കാം, സ്പിരിച്വൽ നോളജസ് ഉണ്ടായിരിക്കാം. ഹൈ പ്രീസ്റ്റസ് വരുമ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റും ഹയറോഫൻറ്റിൻ്റെ എനർജീസ് ആണ്. ഹൈ പ്രീസ്റ്റും ഉണ്ട്, ഹൈ പ്രീസ്റ്റസും ഉണ്ട്. സോ ഹൈ പ്രീസ്റ്റസിൻ്റെ ജോഡി എന്ന് പറയുന്നത് എപ്പോഴും ഹയറോഫൻറ്റ് ആയിരിക്കും അല്ലേ. സോ അപ്പോൾ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അവർ എനർജീസ് എനിക്ക് ഇവിടെ കാണാം. ലൈക്ക് ഇവിടെ എല്ലാം ഡിഫറൻസസാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്, ഒത്തിരി അധികം. പിന്നെ ഈ ഒരു വ്യക്തിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ചില സമയത്ത് ഇവർ റൺ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം. സി ഇത് കണ്ടില്ലേ, ഗോസ്റ്റ് ചെയ്ത് പോവുക. സി ഒരു എനർജി, ഈ ഒരു വ്യക്തി ഇത്രയും സോഴ്സ് എടുത്തിട്ട് ഓടുകയാണ്. ഇത് ഓടി ഇത്രയും സോഴ്സുകൾ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ 5 സോഴ്സസ് ഉണ്ടെങ്കിലും പിന്നെയുള്ള ഈ 2 സോഴ്സസിനെ നോക്കിയിട്ട് ആളവിടെ നിൽക്കുകയാണ്. ലൈക്ക് ആ ഒരു സോഴ്സസ് ആ ഒരു സോഴ്സസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ആവശ്യം. ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ, 5 സോഴ്സസ് ഉണ്ടെങ്കിലും 2 സോഴ്സസിലേക്ക് വീണ്ടും നോക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ എനർജീസ് ആണ്. ലൈക്ക് എപ്പോഴും ഈ ഒരു വ്യക്തി റൺ ചെയ്യുന്നുണ്ടാവും, റൺ ചെയ്തിട്ട് അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ടാവാം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു എനർജീസ് ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 111 കാണുന്നുണ്ടാവാം ഏഞ്ചൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ 1111 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 222 ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. സയൻസ് നോക്കുവാണെങ്കിൽ വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജീസ്, ആൻഡ് ദെൻ ഏരീസ്, ലിയോ ആൻഡ് സജിറ്റേറിയസ്. 2 സയൻസ് ഇവിടെ ആക്റ്റീവാണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. എർത്ത് സൈൻ
ഫയർ സൈൻ, എയർ സൈൻ ആക്റ്റീവാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മൈൻഡിലുള്ള വ്യക്തിയായിട്ടുള്ള കണക്ഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ലൈഫ് ടൈമിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഇനിയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത് ജസ്റ്റ് ഒരു ഫ്ലേർട്ടിങ് എനർജിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും ജസ്റ്റ് എന്താ പറയുക നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫിൽ ജസ്റ്റ് ഒരു പേജ് ഓഫ് കപ്സ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത്. ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് എനർജീസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു രീതിക്കായിരിക്കും നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിണ്ടുക, സംസാരിക്കുക, ആ ഒരു എനർജിയിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണക്റ്റ് ആക്കിയിട്ടുള്ളത്. ലൈക്ക് ഇങ്ങനെയായിരിക്കും നിങ്ങൾ കണക്റ്റ് ആയിട്ടുള്ളത്. ഒരു ഈക്വൽ ഗിവൻ, നിങ്ങൾ തമ്മിൽ പെട്ടെന്നൊരു ഈക്വൽ ഗിവൻ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ടാവാം. മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കഴിഞ്ഞും യങ്ങായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കഴിഞ്ഞും യങ്ങായിരിക്കാം. കാരണം പേജ് ഓഫ് കപ്സിൻ്റെ എനർജീസ് എപ്പോഴും യങ് എനർജീസിനെ കാണിക്കുന്ന ഒരു എനർജീസാണ്. സോ യങ് എനർജി ആയിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങളെ കഴിഞ്ഞും യങ്ങായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു എനർജീസ് ആവാനുള്ള ചാൻസസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫ് എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് വന്നത്? എഗെയിൻ നമ്മളിവിടെ സെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ബിക്കോസ് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ബിക്കോസ് നിങ്ങൾ മേ ബി ഏതെങ്കിലും ടൈമിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പാർട്ട്ണർ എന്നുള്ള രീതിക്കുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സബ് കോൺഷ്യസ്ലി ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത്. ഓക്കെ, എഗെയിൻ നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ സോൾമേറ്റ്സ് ആയിരിക്കാം. കാരണം നമുക്കിവിടെ ഒത്തിരി അധികം ഡിഫറൻസസ് കണ്ടു അല്ലേ? മേ ബി നിങ്ങൾ സോൾമേറ്റ്സ് ആയിരിക്കാം, ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ്സ് കണക്ഷൻ. സോ അങ്ങനെ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു കണക്ഷനിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾ സ്റ്റക്കാക്കി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺ ഈ ഒരു ജസ്റ്റിസിൻ്റെ കാർഡാണ്. ഈ ഒരു കാർഡ് കർമ്മേനയാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്, പക്ഷെ നിങ്ങളുടെ മുജ്ജന്മത്തിലുള്ള കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ ഈ ലൈഫ് ടൈമിലുള്ള നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം കർമ്മ എപ്പോഴാണെങ്കിലും ഏതൊരു ഡിവൈൻ റിലേഷൻഷിപ്സ് ഒക്കെ എങ്ങനെയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. മനസ്സിലായോ? സോ അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻസിന് എപ്പോഴും കർമ്മയുണ്ടാവും. ആ ഒരു കർമ്മേനെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു എന്താ പറയുക ആ ഒരു കർമ്മ എനർജീസിനെ റിലീസ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഒരു മാരേജ് പോസിബിൾ ആവുക. എനിക്കറിയില്ല, പക്ഷേ എനിക്കിവിടെ ഒരു പ്രൊപ്പോസലിൻ്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. 6 ഓഫ് വാൻഡ്സ് വിത്ത് സണ്ണിൻ്റെ കാർഡാണ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്, കണ്ടില്ലേ? അതിനുശേഷം അതിൻ്റെ മുകളിൽ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. 3 കാർഡ്സും ആക്ഷൻ ഫോമിലാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഐ തിങ്ക് ഫോർ സം ഓഫ് യു റെയർ കേസസ് നിങ്ങൾ സിംഗിൾസ് ആണ് ഈ ഒരു റീഡിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഈ ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ലെറ്റ് മീ ക്ലാരിഫൈ ദിസ് കാർഡ്സ്. ഞാൻ ഒരു തവണയും കൂടി ഈ കാർഡ്സിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, ബിക്കോസ് നീഡ് ക്ലാരിറ്റി. Please clarify this card. Why here is... ഒരു മിനിറ്റ്, എൻ്റെ മൈക്ക് ഓഫായി. ഓക്കെ, പ്ലീസ് കൺവേ യൂണിവേഴ്സ് ഈ ഒരു
കണക്ഷൻ ചെക്ക് ചെയ്ത എനർജിയിൽ എന്തുകൊണ്ടാണ് 6 ഓഫ് ഹാൻഡ്സ്? വൈകി 6 ഓഫ് ഹാൻഡ്സ്. മേ ബി ദിസ് ഈസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്. മേ ബി അല്ല, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്. ബിക്കോസ് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്, പിന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണെന്നൊക്കെ അറിയാനായിട്ട് വലിയ ക്യൂരിയോസിറ്റി ആയിരിക്കും. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൾറെഡി പറയുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയാണ് എൻ്റെ ഫ്യൂച്ചർ സ്പൗസ് എന്ന്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാണ്, ദിസ് ഈസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്. ഫ്യൂച്ചർ സ്പൗസ് എന്നുള്ളൊരു എനർജി പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ ഡെസ്റ്റൈൻഡ് കണക്ഷൻ. ഇതൊരു ഡെസ്റ്റൈൻഡ് കണക്ഷനാണ്. നമ്മൾ പറയത്തില്ലേ, മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഒത്തിരി അധികം സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയായിരിക്കും. ഒത്തിരി അധികം എന്താ പറയുക, ഫെയിൽഡ് റിലേഷൻഷിപ്സ് നിങ്ങൾ മേ ബി നിങ്ങളുടെ മാരേജ് ലൈഫായിരിക്കാം. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് മാരേജ് ഫെയിലായിട്ടുണ്ടാവാം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം സെക്കൻഡ് ഈ ഒരു റിലേഷൻ ഈ ഒരു വ്യക്തി വന്നു, ഇവരുമായിട്ടും പ്രശ്നങ്ങൾ. സോ ഐ ഡോണ്ട് നോ, ഈ ഒരു വ്യക്തി മേ ബി മാരീഡ് അല്ലായിരിക്കാം, സിംഗിൾ ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഫോർ സം ഓഫ് യു നിങ്ങൾ വിഡോ ആയിരിക്കാം. എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻസ്, എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസിന് അക്കോർഡിംഗ് എടുക്കുക. സോ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ഇതുവരെ സ്ട്രഗിൾ, മേ ബി നിങ്ങൾ ഡിസേർവ് ചെയ്ത രീതിക്കൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ഡിസയറിന് അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒത്തിരി അധികം പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവുക. സോ ആ ഒരു പെയിനിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ജസ്റ്റിസ് ആണ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡും ജസ്റ്റിസിൻ്റെ കാർഡും രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി. ലൈക്ക് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. പുതിയൊരു തുടക്കം ഈ റിലേഷനിലുണ്ടാവും. നിങ്ങളുടെ ഒരു കർമ്മ ഫിനിഷ് ആയതിനു ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി എൻറ്റർ ആവുന്നുണ്ടാവും. ലൈക്ക് എൻറ്റർ ആവുന്നല്ല, ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു കണക്ഷൻ പോകും. ഇത് നിങ്ങൾ പ്രപ്പോസലാണ്, മാരേജാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഇത് പോകും. പക്ഷെ എന്തായാലും ഇവിടെ മാരേജ് എന്നുള്ള ഒരു എനർജിയിലേക്ക് ഇവരുടെ ഫാമിലി ആയിട്ട് നിങ്ങൾ ഫാമിലിയിൽ പോയി കാണാം. എന്തോ എനിക്കറിയില്ല, കൃത്യമായിട്ട് എനിക്കൊരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ഡെസ്റ്റൈൻഡ് പാർട്ണറാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഈ ഒരു വ്യക്തിയിൽ തന്നെ ആയിരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ തന്നെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. ലൈക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻറ്റ്യൂഷൻ വരും ഈ ഒരു ടൈമിൽ. ലൈക്ക് ഇത് കണ്ടില്ല, ഇവിടെ ഒത്തിരി വാൺസ് ഉണ്ട്. പക്ഷേ ഈ വാൺസ് ഒന്നും ഈ രാജാവ് ചൂസ് ചെയ്യുന്നില്ല. ആൾ ചൂസ് ചെയ്ത് ഈ ഒരു വാൺസ് ആണ്. കാരണം ആൾക്ക് മനസ്സിലായി ആളുടെ ഒരു ഗൈഡൻസ് എന്താണ്, ലൈക്ക് ഇതാണ് ഈ ഒരു വ്യക്തിക്കുള്ള വാൻസ് എന്നുള്ള കാര്യം ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. മനസ്സിലായോ? നിങ്ങൾ ഒത്തിരി മേ ബി നിങ്ങൾ തന്നെ ഒത്തിരി ആളുകളെ ഗോസ്റ്റ് ചെയ്ത് പോയൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സീരിയസ് ആയിട്ട് ഒരു കണക്ഷൻ എടുക്കാത്തൊരു വ്യക്തിയായിരിക്കാം. സോ ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയിൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അധികം റിലേഷൻഷിപ്സ് വന്നും പോയി നിന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കും നിന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളൊരു 6 മന്ത് മോറൊക്കെ ആയിട്ടുണ്ടാവുക, 6 to 7 months മോറായിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ളത്. ലൈക്ക് യു ഫീൽ ലൈക്ക് ഒരു ഹോം ലൈക്ക് എനർജീസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ കൂടെ ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ എഫോർട്ട് വിട്ടിട്ടുണ്ട്, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിനെ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് വേണ്ടി ഒത്തിരി ലൈക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേയേഴ്സ് ആർ പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്. പ്രേയേഴ്സ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്. നിങ്ങൾ ഒത്തിരി അധികം പ്രേയേഴ്സ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു കണക്ഷന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് യുവർ ഡെസ്റ്റൈൻഡ് പാർട്ട്ണർ. മേ ബി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണെന്ന് പറയാം. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ. ഒരു പക്ഷേ എന്നല്ല, എനിക്കിവിടെ അത് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ്. ഇതുവരെയുള്ള എല്ലാ എനർജീസും നിങ്ങൾക്ക് റെസനേറ്റ് ആണെങ്കിൽ ഈ ഒരു എനർജീസും നിങ്ങൾക്ക് റെസനേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് മാരേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളുടെ മാരേജ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ മാരേജ് വേറെ ചെയ്താലോ, പക്ഷേ ഈ ഒരു മാരേജ് നടക്കുകയുള്ളൂ. നിങ്ങൾ എത്ര കറങ്ങി തിരിഞ്ഞ് നടന്നെന്ന് പറഞ്ഞാലും ഇതായിരിക്കും മാരേജ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങളുടെ തലയിൽ ഓൾറെഡി ഈ ഒരു കണക്ഷൻ റിട്ടേൺ ആണ്. സോ അതുകൊണ്ട് തന്നെ എത്രയൊക്കെ കറങ്ങിയാലും നിങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വന്ന് ചേരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇവർ മാക്സിമം റൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നില്ലെങ്കിൽ വരുത്തുന്നുണ്ടാവും. ഓക്കെ, സോ ആ ഒരു എനർജീസാണ് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടൈമിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മെയിൻ റീസൺ നിങ്ങളുടെ കർമ്മയാണ്. നിങ്ങൾ പ്രസൻറ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മങ്ങളായിരിക്കാം. ഈ ഒരു കർമ്മഫലമാണ് നിങ്ങളെ ഈ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ആവാനായിട്ട് സമ്മതിക്കാതിരിക്കുന്നുള്ളത്. സോ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് കുറേ ആളുകളുടെയൊക്കെ ഡൗട്ട് ആയിരിക്കുമല്ലോ, നമുക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറേ സ്പെസിഫിക് പേഴ്സൺസ് വന്നു പോയിട്ടുണ്ടെങ്കിലും ചില ആളുകളെ നമുക്കിങ്ങനെ പിടിച്ചു വയ്ക്കാൻ തന്നെ തോന്നുന്നുണ്ടാവും, നമുക്ക് വിട്ട് കളയാൻ തോന്നുന്നുണ്ടാവില്ലേ. ഓഫ് കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബോൺസുകൾ ഉണ്ടാവാം. സോ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രേവ് ചെയ്തിരിക്കുന്ന ഒരു എനർജീസ് ആയിരിക്കും. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കുറച്ചെങ്കിലും ഗൈഡ് ചെയ്തു എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, വിചാരിക്കുകയാണ്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീഡിങ്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ഒക്കെ വേണം, അല്ലെങ്കിൽ കൗൺസിലിംഗ് സെക്ഷൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കിട്ടിയാൽ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.